ഹായ് ഫ്രണ്ട്സ്, ഇതൊരു അവസരമാണ്. കാരണം രണ്ടുണ്ട്. ഒന്ന്, തികച്ചും സൗജന്യമായി നമുക്കിപ്പോൾ ആധാർ പുതുക്കുവാൻ സാധിക്കും. രണ്ട്, ഇങ്ങനെ പുതുക്കുന്ന ആധാർ തപാലിൽ സൗജന്യമായി തന്നെ നമുക്ക് വീട്ടിൽ ലഭിക്കും എന്നതാണ്. 10 വർഷമോ അതിൽ കൂടുതലോ പഴക്കമുള്ള ആധാർ പുതുക്കുന്നതിനുള്ള ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. സെപ്റ്റംബർ 14 വരെ നമുക്കിപ്പോൾ സൗജന്യമായി പുതുക്കുവാൻ സാധിക്കും. ഇന്നിവിടെ നോക്കുന്നത് നിലവിൽ പുതുക്കുവാൻ അപേക്ഷ കൊടുത്തിട്ടുള്ളവർക്ക് എത്ര ദിവസം കൊണ്ട് തപാലിൽ ആധാർ കാർഡ് ലഭിക്കുമെന്നും, കൂടാതെ ഇനിയും പുതുക്കുവാനുള്ളവർക്ക് മൊബൈൽ വഴി 2-3 മിനിറ്റ് കൊണ്ട് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ അപേക്ഷിക്കാമെന്നുമാണ്. ഞാൻ ബ്രൈറ്റ്, ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലുള്ള വിവിധ തരം ഓൺലൈൻ സർവീസുകൾ എങ്ങനെ ചെയ്യാമെന്ന് വിശകലനം ചെയ്യുന്ന വീഡിയോകളാണ് ചാനലിലുള്ളത്. അവയെല്ലാം പ്രത്യേകം പ്ലേലിസ്റ്റുകളായി ചാനലിൽ ക്രമീകരിച്ചിട്ടുമുണ്ട്. കൂടാതെ ആധാറും പാൻ കാർഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഏതാണ്ട് ഒട്ടുമിക്ക വീഡിയോകളും ചാനലിൽ ലഭ്യമാണ്. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഈ വീഡിയോകളുടെയൊക്കെ ലിങ്ക് മുകളിൽ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും എൻഡ് സ്ക്രീനിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കാം. നമുക്കിനി നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം മൊബൈലിൽ ഗൂഗിൾ എടുത്തതിന് ശേഷം മൈ ആധാർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലഭിക്കുന്ന ലിങ്കിൽ ടച്ച് ചെയ്ത് സൈറ്റിൽ പ്രവേശിക്കാവുന്നതാണ്. സൈറ്റ് അഡ്രസ് myAadhar.uidi.gov.in എന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. തുടർന്ന് ഇങ്ങനെ ഒരു പേജിലെത്തുകയും ഇവിടെ ഫിംഗർ പ്രിൻറ്റിന് താഴെയായി കാണുന്ന ലോഗിനിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. തുടർന്ന് വരുന്ന പേജിൽ ആദ്യം ലിങ്ക് ചെയ്യേണ്ടുന്ന വ്യക്തിയുടെ 12 അക്ക ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും തൊട്ട് താഴെ കാണുന്ന ക്യാപ്ച കോഡ് എന്താണോ കൊടുത്തിരിക്കുന്നത് അത് അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. ഇവിടെ വീഡിയോയുടെ വ്യക്തതയ്ക്ക് വേണ്ടി ഇടയ്ക്ക് സൂമിൻ ചെയ്താണ് കാണിച്ചിരിക്കുന്നത്. മൊബൈലിലേക്ക് വരുന്ന OTP ആണ് അടുത്തതായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടുന്നത്. അതിന് ആധാറും മൊബൈലുമായി ലിങ്ക് ചെയ്യേണ്ടതുകൊണ്ട് മൊബൈൽ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ആധാർ ഉടമസ്ഥൻ അക്ഷയയിലോ ആധാർ സേവന കേന്ദ്രത്തിലോ നേരിട്ട് പോയാണ് ലിങ്ക് ചെയ്യേണ്ടുന്നത്. ഫോട്ടോയും ഇങ്ങനെ തന്നെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടുന്നത്. അതുകൊണ്ട് തന്നെ അപ്ഡേഷന് ശേഷം ലഭിക്കുന്ന പുതിയ ആധാറിൽ നിലവിലുള്ള ഫോട്ടോ മാത്രമേ വരികയുള്ളൂ, പുതിയ ഫോട്ടോ വരില്ല. ഇവയെല്ലാം ശരിയായി കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന സെൻഡ് OTPയിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് 6 അക്ക OTP SMS ആയി വരുന്നതും ബ്രാക്കറ്റിന് ശേഷം കാണുന്ന 6 അക്ക OTP ആണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടുന്നത്. അങ്ങനെ OTP ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലോഗിൻ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് നമ്മൾ ഇങ്ങനെയൊരു പേജിൽ എത്തിച്ചേരും. ഇവിടെ രസകരമായൊരു കാഴ്ചയുണ്ട്. മുകളിൽ നമ്മുടെ ഫോട്ടോയിൽ ടച്ച് ചെയ്ത് കൊടുത്താൽ ആധാറിൻ്റെ ഒരു ഫ്ലിപ്പ് വ്യൂ നമുക്ക് ലഭിക്കുന്നതാണ്. ഫ്ലിപ്പ് ആധാറിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ ആധാറിൻ്റെ ഇരുപുറങ്ങളും മാറി മാറി വരുന്നതും നമുക്ക് കാണാം. ആ പേജിൽ തന്നെ താഴോട്ട് വന്നാൽ ഇപ്പോൾ നീട്ടിക്കിട്ടിയതും അപ്ഡേറ്റ് ചെയ്യാൻ അനുവദിച്ചിരിക്കുന്ന അവസാന ഡേറ്റും നമുക്ക് കാണാൻ സാധിക്കും. 14/9/2023 വരെ ഇപ്പോൾ നമുക്ക് ആധാർ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യുവാൻ സാധിക്കും. അപ്ഡേറ്റ് ചെയ്യുന്നവർക്ക് സൗജന്യമായി തന്നെ ആധാർ കാർഡ് തപാലിൽ അയച്ചു തരുന്നുണ്ട്. നേരത്തെ അപ്ഡേറ്റ് ചെയ്തവർക്ക് എത്ര ദിവസത്തിനുള്ളിൽ കിട്ടി എന്ന് നോക്കാം. താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഡോക്യുമെൻ്റ് അപ്ഡേറ്റിന് നേർക്ക് കംപ്ലീറ്റഡ് എന്ന് കാണാം. അവിടെ ടച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഈ ആധാർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് 20/3/2023 കാണാം. താഴെ ജനറേറ്റ് ചെയ്തിട്ടുണ്ടെന്നും പ്രിൻറ്റിങ്ങും പോസ്റ്റിങ്ങും നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ ആധാർ കൈവശം കിട്ടുവാൻ തപാലിൽ ലഭിച്ചത് 15/6/2023 ഏതാണ്ട് 85 ദിവസം വേണ്ടി വന്നു. ഇനി ആധാർ പുതുക്കുന്നതിനായി മുകളിൽ നമ്മൾ നേരത്തെ കണ്ട അപ്ഡേറ്റ് ആധാറിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. തുടർന്ന് വരുന്ന പേജിൽ നിർദ്ദേശങ്ങളാണ്. നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്ന ഡോക്യുമെൻസിലെ ഡീറ്റെയിൽസും നിലവിൽ കൈവശമുള്ള ആധാറിലെ ഡീറ്റെയിൽസും ഒന്ന് തന്നെ ആയിരിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. താഴെ നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോകണം. തുടർന്ന് വരുന്ന പേജിലും എങ്ങനെ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോകണം. തൊട്ടടുത്ത പേജിൽ ആദ്യം നിലവിലുള്ള ആധാറിലെ ഡീറ്റെയിൽസാണ് കാണിച്ചിരിക്കുന്നത്. പേരും ഡേറ്റ് ഓഫ് ബർത്തും നിലവിലെ അഡ്രസ്സുമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഡീറ്റെയിൽസ് ഉള്ള ഡോക്യുമെൻറ്റ്സാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടുന്നത്. അവിടെ നമുക്കൊരു ടിക്ക് മാർക്ക് കാണാം. അതിൽ ടച്ച് ചെയ്താൽ അത് എനേബിൾ ആവും. അതിനുശേഷം താഴെ നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോകണം. തുടർന്ന് വരുന്ന പേജിൽ ആദ്യം അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ഫയൽ സൈസാണ് കാണിക്കുന്നത്. 2 MBയിൽ താഴെയുള്ള ഫയൽ സൈസ് ആയിരിക്കണം. JPG, PNG, PDF തുടങ്ങിയ ഫോർമാറ്റുകളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ഇതിൽ PDF ഫോർമാറ്റിലുള്ള ഫയൽ സൈസാണ് സക്സസ്ഫുള്ളായി അപ്ലോഡ് ആകുന്നതായി കാണുന്നത്. അതിനുള്ളൊരു എളുപ്പമാർഗ്ഗം മൊബൈൽ ഉപയോഗിച്ച് ഫോട്ടോ എടുത്തതിന് ശേഷം ഗൂഗിളിൽ I love PDF എന്ന് ടൈപ്പ് ചെയ്താൽ വെബ്സൈറ്റ് ലഭിക്കും. അവിടെ കാണുന്ന പ്ലസ് ചിഹ്നം ഉപയോഗിച്ച് ഈ ഡോക്യുമെൻറ്റ്സ് 1 by 1 ആയിട്ട് അവിടേക്ക് കൊണ്ടുവരണം. ഉദാഹരണത്തിന് ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടർ ID തുടങ്ങിയവയ്ക്ക് 2 സൈഡുകളുണ്ടാകും. 2 പുറത്തിൻ്റെയും മൊബൈൽ ഉപയോഗിച്ച് ഫോട്ടോ എടുത്തതിന് ശേഷം ഇതുപോലെ അവിടേക്ക് കൊണ്ടുവന്നതിന് ശേഷം കൺവേർട്ട് JPG to PDF എന്ന് കാണും. അതിൽ പ്രസ് ചെയ്താൽ PDF ആയി കൺവേർട്ട് ചെയ്ത് ഡൗൺലോഡായി വരികയും ചെയ്യും.
അവിടെ നിന്നും താഴോട്ട് വന്നു കഴിഞ്ഞാൽ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. അതിൽ ടച്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി POI എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അവിടെ ടച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. പേരും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ ഫോട്ടോയും അടങ്ങുന്നതാണ് പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി. പാൻ കാർഡ് അതിനൊരു ഉദാഹരണവുമാണ്. സെലക്ട് വാലിഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ളതിൽ പ്രസ് ചെയ്താൽ ലിസ്റ്റ് വരും. ഇവിടെ പാൻ കാർഡ് മാത്രമല്ല വോട്ടർ ID, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് അങ്ങനെ ലിസ്റ്റുണ്ട്. ഇതിൽ നിന്നും അനുയോജ്യമായ ഒന്ന് തിരഞ്ഞെടുത്ത് കൊടുക്കണം. ഞാനിവിടെ പാൻ കാർഡ് തിരഞ്ഞെടുത്ത് കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം ഒരു പോപ്പപ്പ് വിൻഡോ വരികയും നമ്മൾ തിരഞ്ഞെടുത്ത് കൊടുത്ത ഡോക്യുമെൻറ്റ്സിൽ ഫോട്ടോയും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ ഉണ്ടോ, പേരും ഒക്കെ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ കൊടുക്കുക. അതിനുശേഷം അവിടെ വ്യൂ ഡീറ്റെയിൽസ് ആൻഡ് അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് എന്ന് കാണാം. അതിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് വരുന്ന പോപ്പപ്പ് വിൻഡോയിൽ കണ്ടിന്യൂ ടു അപ്ലോഡ് എന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് നമ്മുടെ മൊബൈലിലെ സെറ്റിങ്സ് വരുന്നതും അതിൻ്റെ വലത്തേ അറ്റത്തായിട്ട് ഫയൽ എന്ന് കാണും. ആ ഫയലിൽ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന PDF ഫോർമാറ്റിലുള്ള ഫയൽ ഇവിടേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 100% എന്ന് പച്ച നിറത്തിൽ അപ്ലോഡായി വരുന്നതും നമുക്ക് കാണാം. തുടർന്ന് വീണ്ടും താഴോട്ട് വന്ന് നമ്മളുടെ പ്രൂഫ് ഓഫ് അഡ്രസ് POA അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് ചെയ്യേണ്ടുന്നത്. ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന ഡോക്യുമെൻറ്റ്സിലെ ഡീറ്റെയിൽസും നിലവിലുള്ള ആധാറിലെ ഡീറ്റെയിൽസും ഒന്ന് തന്നെയായിരിക്കണം. വാലിഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സിൽ പ്രസ് ചെയ്താൽ ഇവിടെ ലിസ്റ്റ് ലഭിക്കും. നമ്മുടെ അഡ്രസ്സ് തെളിയിക്കുന്ന ഒരു രേഖയാണ് ഇവിടേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ അപ്ലോഡ് കൊടുത്ത ആ ഡോക്യുമെൻ്റ് തന്നെ ഇവിടേക്കും അപ്ലോഡ് ചെയ്യാൻ പാടില്ല. രണ്ടും രണ്ടായിരിക്കണം, വ്യത്യസ്തമായിരിക്കണം. മുകളിൽ ഐഡൻറ്റിറ്റി പ്രൂഫ് അപ്ലോഡ് ചെയ്തതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടുന്നത്. വീണ്ടും ആവർത്തിക്കുന്നില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് 100% അപ്ലോഡായി എന്നിങ്ങനെ റിസൾട്ട് ലഭിക്കുകയും ചെയ്യും. അതിനുശേഷം അവിടെ കാണുന്ന ടിക്ക് മാർക്കിൽ ടച്ച് ചെയ്താൽ തൊട്ട് താഴെയുള്ള നെക്സ്റ്റ് എനേബിൾ ആവുന്നതും അവിടെ ടച്ച് ചെയ്ത് വീണ്ടും മുന്നോട്ട് പോകണം. അതിനുശേഷം ലഭിക്കുന്ന പോപ്പപ്പ് വിൻഡോയിൽ ഓക്കെ കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. അതിനുശേഷം വരുന്ന പേജിൽ 14/9/2023 വരെ തികച്ചും സൗജന്യമായിരിക്കും ഇതെന്ന് എഴുതി കാണിക്കുന്നുണ്ട്. താഴെ വന്ന് നമ്മൾ സബ്മിറ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. ഇതോടുകൂടി ആധാർ അപ്ഡേറ്റിംഗ് പ്രോസസ്സ് അവസാനിക്കുന്നതാണ്. അവിടെ അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു ലിങ്ക് വരുന്നതാണ്. ഇത് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. പിന്നീട് ആധാർ അതോറിറ്റീസ് വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മുടെ വീട്ടിലേക്ക് പുതിയ ആധാർ കാർഡ് തപാലിൽ അയച്ചു തരുന്നതായിരിക്കും. സ്റ്റാറ്റസ് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.